ഒരു സ്കിൻ ഡിസീസിൽ പെടുന്ന ഒരു അസുഖം തന്നെയാണ് ഈ താരൻ എന്ന് പറയുന്നത്. മിക്ക ആളുകൾക്കും ഇതുണ്ട്. എന്നാൽ ശരിയായ പരിഹാരമൊന്നും ഇല്ലാതെ കിടന്ന് വലയുകയാണ് ആളുകൾ. ഇങ്ങനെ ചീപ്പുമ്പോഴും ഒരു പൊടി പോലെ പറക്കുകയും ചീപ്പിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. അത് ഔട്ടർ ലെയർ കുറേശ്ശെ കുറേശ്ശെ ഇത് നശിച്ച് പോകുന്നതാണ് അത്. പക്ഷേ അതിന് നല്ല ചികിത്സകൾ ആയുർവേദം, സിദ്ധത്തിലൊക്കെ നല്ല ചികിത്സകളുണ്ട്. അത് രണ്ടും കൂടെ ചേർത്തും ചെയ്യും. അത് മെഡിസിൻസ് ഉള്ളിൽ കഴിക്കുകയും വേണം, പുറമേ പുരട്ടുകയും വേണം. അതൊക്കെ എന്നേക്കുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ശരിയായ ചികിത്സ അറിയാവുന്നവരെ സമീപിക്കുക, അതിനുള്ള മെഡിസിൻസ് ഉപയോഗിക്കുക. പറയുന്ന പോലെ അത് ചെയ്താൽ അത് കംപ്ലീറ്റ് മാറി കിട്ടുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പരസ്യങ്ങളിൽ കാണുന്ന എന്തെങ്കിലും എണ്ണയൊക്കെ മേടിച്ച് പുരട്ടിയെന്ന് കരുതി അത് പോകത്തൊന്നുമില്ല. എല്ലാവർക്കും ചൊറിച്ചിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ കൂടുതൽ പഴകി പഴകി പിന്നെ ചിലർക്ക് അത് സോറിയാസിസ് പോലൊക്കെ കട്ടി പിടിച്ചൊക്കെ വരുന്ന ചില അവസ്ഥകളും ഉണ്ട്. അതുകൊണ്ട് എത്രയും കൂടുതൽ പഴക്കം വരുന്നതിന് മുമ്പ് തന്നെ ഇത് തല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ ഒരുപാട് ഷാമ്പൂ ഒന്നും പുരട്ടേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ചെമ്പരത്തി ഇലയൊക്കെ അരച്ച് തലയിൽ തേച്ചിങ്ങോട്ട് പിന്നെ ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് മാറും. ഇൻറ്റേർണൽ മെഡിസിനും വേണം, എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഡിസിനും ഉപയോഗിക്കണം. അന്നേരം അത് കംപ്ലീറ്റ് മാറും. വെറും പുറമേ ഉള്ള മെഡിസിൻ മാത്രം പോരാ. അത് ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻസും അതൊക്കെ കൊണ്ട് കൂടുതലുണ്ടാകും. തലയിൽ വൃത്തിഹീനമായിട്ടുള്ള തല നമ്മൾ ശരിക്കും വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ടും പൊടിയും എണ്ണയും അഴുക്കുമൊക്കെ പറ്റി പിടിച്ച് ഇരുന്നിട്ട് ഫംഗസ് ഒക്കെ ഉണ്ടായി അങ്ങനെ ഉണ്ടാവാം. പിന്നെ ചിലരുടെ ശരീരപ്രകൃതിയിലുണ്ടാകും. പിന്നെ ചിലർക്ക് കൂടുതൽ എള്ളെണ്ണ ഉപയോഗിക്കുന്നവർ, എള്ളെണ്ണ തലയിൽ തേക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാകുന്നതായി അത് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർന്നിട്ടുള്ള ഔഷധങ്ങൾ, ചേർത്ത് കാച്ചിയിട്ടുള്ള ഔഷധങ്ങളാണ് കൂടുതൽ പ്രയോജനപ്രദമായിട്ട് കണ്ടുവരുന്നത്. അത് നല്ലൊരു ശതമാനം മുടി കൊഴിച്ചിലിനും കാരണം ഇതാണ്. ഈ താരൻ കൊണ്ടാണ് ഒരു 60% മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ അത് നിയന്ത്രിക്കുകയാണെങ്കിൽ കൂടുതൽ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. മുടി സംരക്ഷണത്തിൽ ഒരു 60% പ്രാധാന്യം ഈ താരനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന് സമയങ്ങളിൽ അത് മെഡിക്കേറ്റഡ് ഓയിൽ തേയ്യുക, ഉള്ളിൽ മെഡിസിനും കഴിച്ചെങ്കിൽ അത് കംപ്ലീറ്റ് മാറത്തുള്ളൂ. ഈ ഷാമ്പൂവിൻ്റെ പ്രയോഗങ്ങളൊന്നും തലയ്ക്കും കണ്ണിനും ഒന്നും നല്ലതല്ല. അത് മുടിക്കും നല്ലതല്ല. പിന്നെ കുറച്ച് അഴുക്കൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതിൽ കവിഞ്ഞ വലിയ പ്രയോജനങ്ങളൊന്നും ഷാമ്പൂ കൊണ്ടൊന്നും ഉണ്ടാകും. ഷാമ്പൂ ഒക്കെ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ കഴുകിയാലും അതിൻ്റെ അംശം കംപ്ലീറ്റ് പോകത്തില്ല. അതിൻ്റെ അംശങ്ങൾ ഇരുന്നിട്ട് കണ്ണിലോട്ടൊക്കെ ഇറങ്ങി കണ്ണിന് വീക്കമൊക്കെ ഉണ്ടാവും. അത് ഒരുപാട് വെള്ളത്തിൽ നല്ലപോലെ കുളിച്ചെങ്കിൽ മാത്രമേ ഈ കംപ്ലീറ്റ് ഇതിൻ്റെ അംശം പോയി കിട്ടത്തുള്ളൂ. നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുളിച്ചിട്ട് അത് പോയി കാണുമെന്ന് കരുതും. പക്ഷേ ഇതിൻ്റെ അംശം കംപ്ലീറ്റ് പോകത്തതുമില്ല. സോഫ്റ്റായിട്ടുള്ള പിന്നെ കൺപോളകളിലും ഒക്കെ ഇത് പറ്റിയിട്ട് നമുക്കറിയത്തില്ല എന്തോ പ്രശ്നമെന്നറിയാൻ നമ്മൾ മറന്നും പോകും. അവസാനം കണ്ണിന് എന്താ കാരണം കൊണ്ടാണ് ഇത് കണ്ണ് വീക്കം വന്നതെന്നറിയാതെ പിന്നെ കണ്ണ് ഡോക്ടർമാരൊക്കെ പോയി അവർക്കും ഈ കാരണം അറിയാത്തതുകൊണ്ട് ചികിത്സിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയുണ്ടാവും. അപ്പം താരനൊരു കൊച്ചു പ്രശ്നമായിട്ട് വരുന്നെങ്കിലും പലർക്കും മുടിയൊരു പ്രധാന പ്രശ്നമാണല്ലോ. അതുകൊണ്ട് താരനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരുടെ മുടി പോയിട്ട് സൗന്ദര്യ പ്രശ്നങ്ങൾ കൊണ്ട് ഹൃദയം നീറി നീറി കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. അതൊക്കെ നമുക്ക് താരനെ നിയന്ത്രിക്കുന്നതോടുകൂടി 60% മുടിയുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.